ഹായ് ഫ്രണ്ട്സ്, ഇങ്ങനെ പറഞ്ഞു തുടങ്ങാമെന്ന് കരുതി. കാരണം ഇതാണല്ലോ ഇപ്പോഴത്തെ ട്രെൻഡ്. അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, അപ്പോൾ നമ്മുടെ ഈ CJPൻ്റെ അങ്ങനെ പ്രൊട്ടസ്റ്റ് കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. അപ്പോൾ അത് കഴിഞ്ഞിട്ട് കുറച്ച് വിഷ്വൽസ് ഞാൻ കണ്ടു. അപ്പോൾ അത് നിങ്ങളെയും കൂടെ കാണിക്കണം തോന്നി. കാരണം ഇത്ര നാൾ ഇങ്ങനെ ഒരു പ്രൊട്ടസ്റ്റൊക്കെ കഴിഞ്ഞിട്ട് ഇങ്ങനത്തെ ഒരു വീഡിയോ ഞാൻ കണ്ടിട്ടില്ല എവിടെയും. എൻ്റെ അറിവിൽ ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല. നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഇതിൻ്റെയൊക്കെ തുടക്കം എന്ന് പറഞ്ഞാൽ ഒരു വ്യക്തിയിൽ നിന്നാണ്. നമ്മുടെ സുപ്രീം കോർട്ട് ചീഫ് ജസ്റ്റിസിൻ്റെ വായിൽ നിന്ന് വന്ന ഒരു പാറ്റ എന്ന് പറഞ്ഞ ഒരു വാക്കിൽ കൊണ്ട് ഉറങ്ങിക്കിടന്ന ഒരു ജനതയെ മൊത്തം ഉണർത്തി എന്നുള്ളതാണ്. അപ്പോൾ പുള്ളിക്ക് ഫസ്റ്റ് ഒരു ബിഗ് സല്യൂട്ട് കൊടുത്തുകൊണ്ട് തന്നെ നമുക്ക് തുടങ്ങാം. അതുപോലെ തന്നെ ഈ CJP പ്രൊട്ടസ്റ്റിൽ പങ്കെടുത്തവർക്കും അതിനുവേണ്ടി എല്ലാ കാര്യങ്ങളും ഒപ്പം ചെയ്തു കൊടുത്ത എല്ലാവർക്കും ഒരു ബിഗ് സല്യൂട്ട് നമുക്ക് കൊടുക്കേണ്ടതായിട്ട് വരും. കാരണം വെച്ചാൽ ഇത്രയും വലിയൊരു പ്രൊട്ടസ്റ്റ് നടത്തി അത് വിജയിപ്പിച്ചെടുത്തു. അവർ വിജയിച്ചിട്ട് അവർ പ്രൊട്ടസ്റ്റ് കഴിഞ്ഞു അത് പോകുന്ന സമയത്ത് ഞാൻ ആ വീഡിയോ നിങ്ങൾക്ക് കാണിച്ചു തരാം. നിങ്ങളെന്തെങ്കിലും കണ്ടു നോക്ക്. പ്രൊട്ടസ്റ്റ് കഴിഞ്ഞു, ദിവസങ്ങളോളം അവരവിടെ ഇരുന്ന് സമരം ചെയ്തു. പോലീസിൻ്റെ നിന്ന് തല്ല് കാര്യങ്ങളൊക്കെ വാങ്ങിക്കൂട്ടി. ഇതെല്ലാം കഴിഞ്ഞ് അവരുടെ എല്ലാം പ്രതിഷേധം കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് തിരിച്ചു പോകുന്ന സ്ഥലം, അവർ ഇത്രയും ദിവസം നിന്ന സ്ഥലം അവർ വൃത്തിയാക്കിയിട്ടാണ് പോണത്. അവർ പോകുമ്പോൾ അവർ പോയ സ്ഥലം ഫുൾ പക്ക നീറ്റ് ആൻഡ് ക്ലീൻ ആക്കിയിട്ടാണ് പോണത്. ഇതുവരെ എൻ്റെ അറിവിൽ ഞാൻ കണ്ടിട്ടില്ല ഇതുപോലെ പ്രതിഷേധം കഴിഞ്ഞിട്ട് ഇപ്പോൾ അവിടെ കമ്പും കോലും തുണി അതേപോലെ എല്ലാ സാധനം ചോര ഉൾപ്പെടെ ഉണ്ടാവും ചില സമയത്ത്. ഇതെല്ലാം അവിടെ തന്നെ ആ സമരക്കാരവിടെ ഇതേപോലെ കിടത്തിട്ട് അവർ പോവും. പിന്നെ പിന്നാലെ വരുന്ന വേറെ ആരെങ്കിലും ആയിരിക്കും വന്ന് ക്ലീൻ ചെയ്ത് പോവുക. ചിലപ്പോൾ ക്ലീൻ ചെയ്യാതെ തന്നെ കുറേ നാളുകൾ അങ്ങനെ റോഡ് സൈഡ് ഇങ്ങനെ കിടക്കുന്നതും കാണാം. പക്ഷെ അതിന് വിപരീതമായിട്ടാണ് ഇവിടെ നടന്നേക്കുന്നത്. അപ്പം ആർക്കും വേണ്ട, എല്ലാവർക്കും ഒരു പുച്ഛത്തോടെ കണ്ടുന്ന ജെൻസി എന്നല്ല ഇപ്പോൾ നമ്മൾ പറയുന്ന പാറ്റകൾ. അപ്പം അവരും കൊണ്ട് അവർക്ക് എന്തൊക്കെ ചെയ്യണം എന്നുള്ള പരിപാടി അവർക്കറിയാം. അപ്പം ഇനിയും ആരും അവരോട് വെറുതെ എതിർക്കാനോ തർക്കിക്കാനോ പോകരുത്. പോയി കഴിഞ്ഞാൽ ഇതിൻ്റെ അപ്പുറമായിരിക്കും ആഫ്റ്റർ എഫക്റ്റ് വരാൻ പോകുന്നത്. അവർ കളിക്കാൻ നിന്നാൽ 8ൻ്റെ പണി കിട്ടും. പിള്ളേർക്ക് അറിയാം എന്ത് ചെയ്യണം എന്ത് ചെയ്യണ്ടെന്നുള്ളത്, എങ്ങനെയൊക്കെ ഒരാളെ വീഴ്ത്താം എങ്ങനെയൊക്കെ ഒരാളെ വളർത്താം എന്നുള്ളത് പിള്ളേർക്ക് നല്ല ബോധ്യമുണ്ട്. അപ്പം ഇനിയും ഇതേപോലെ അഴിമതി കാര്യങ്ങൾ കാണിച്ചുകൊണ്ട് പോവുകയാണെങ്കിൽ, ഇങ്ങനെയാണ് ഇനി പോകാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ മിക്കവാറും ഈ ഒരു ഭരണകൂടം തന്നെ ചിലപ്പോൾ താഴെ ഇറങ്ങാനുള്ള ചാൻസ് ഉണ്ട്. അതിനുള്ള പൊട്ടൻഷ്യൽ ആ പിള്ളേർക്കുണ്ട്. ജെൻസി എന്ന് പറഞ്ഞ എല്ലാവരും പുച്ഛത്തോടെ കണ്ട ഒരു വർഗ്ഗം അല്ല ഒരു കൂട്ടം ആൾക്കാർ, അവർ വേണ്ടിയൊന്നും ലാസ്റ്റ് ഈ ഒരു സിസ്റ്റത്തിൽ തന്നെ എന്തെങ്കിലും ചേഞ്ചസ് കൊണ്ടുവരാൻ വേണ്ടി. ഇപ്പോഴും പൂർണ്ണമായിട്ട് സിസ്റ്റം റെഡി ആയിട്ടുണ്ടെന്ന് എവിടെയും പറയുന്നില്ല. അപ്പം നിങ്ങൾക്ക് ഈ വീഡിയോ കണ്ടിട്ട് നിങ്ങൾക്ക് എന്താ തോന്നിയത്? നിങ്ങൾ ഇതിനു മുമ്പ് ഇങ്ങനത്തെ കാര്യങ്ങൾ എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ബോക്സായിട്ട് രേഖപ്പെടുത്തുക. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് കാണും വരെ ബൈ ഗൈസ്.